ومن أخلاقهم رضي الله تعالى عنهم സൂഫിയാക്കളുടെ സ്വഭാവ ഗുണങ്ങളിൽ പെട്ടതാണ് എന്ത്? തഖ്ദീമുഹും സലാമത അലൽ ഗനീമത്തി. ഗനീമത്തിനേക്കാൾ ഒരു മുന്തിക്കൽ സലാമത്തിനെയാണ്. ഗനീമത്ത് എന്ന് പറഞ്ഞാൽ സ്വത്തെടുക്കലൊന്നും ഒരു ഉദ്ദേശിക്കുന്നില്ല, അതിനകത്തോടെ രക്ഷപ്പെടണം, അതാണ് ഒരു മുന്തിക്കുന്നത് എന്നാണ്. ഏത് ഭാഗത്തിൽ കൂടെ ചോദിച്ചാൽ മിൻ ഹൈസു റഫ്ദി ദുനിയ വ ഫറാഇയതിഹി മിൻഹ, ദുനിയാവ് ഒഴിവാക്കുക, ദുനിയാവ് വലിച്ചെറിയുക, അതുമായുള്ള ബന്ധം കയ്യിൽ നിന്ന് ഒഴിവാക്കിയെടുക്കുക. ഈ ഐശ്യത്തിൽ കൂടെയാണ് ഗനീമത്തിനേക്കാൾ സലാമത്ത് പോലെ മുന്തിക്കുന്നത്. അതുപോലെ സലാമത്ത് ദുനിയാവായിട്ട് കെട്ടി പറയണ്ട. അങ്ങനെ ഗാനു യുഖദ്ദിമൂന ഫറാഇയതിഹി മിനദ് ദുനിയ അലാ ജംഇഹ വ ഇൻഫാഖിഹ ഫീ സബീലില്ലാഹി തആല. ദുനിയാവിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വാരിക്കൂട്ടണം. ആ വാരിക്കൂട്ടുന്നതിനേക്കാളും വാരിക്കൂട്ടിയത് അള്ളാന്റെ മാർഗത്തിലൂടെ ചെലവഴിക്കുന്നതിനേക്കാളും ദുനിയാവ് പാടെ ഒഴിവാക്കുക, ഒരു കൈവശം തന്നെ ഇല്ലാതെ ആക്കുക, അത് ഒഴിവാകലിനെയായിരുന്നു അവരൊക്കെ മുന്തിച്ചിരുന്നതെന്നാണ്. എന്താ? ഹലാലായ മാർഗത്തിലൂടെ ദുനിയാവ് സമ്പാദിക്കാലോ, അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിച്ചൂടെ, അതൊക്കെ ഒഴിവാക്കുന്നത് എന്തിനാണ്? അതിന് ന്യായമുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഖൗഫൻ അൻ യംനഉ മിൻഹാ ഹഖഹ. ദുനിയാവ് കയ്യിൽ വന്നു കഴിഞ്ഞാൽ ഒരുപാട് കടബാധ്യതകൾ അതിലുണ്ട്, സാമ്പത്തികമായി തീർക്കേണ്ടതുണ്ട്. ആ കടബാധ്യത തീർക്കാൻ കഴിയാതെ തടസ്സം നിൽക്കും, അത് കഴിയൂല. ആ ഒരു പേടിയുള്ളത് കൊണ്ട് ദുനിയാവിന്റെ വേണ്ടാത്ത പ്രശ്നം തീർന്നല്ലോ. അത് എത്രത്തോളം വെച്ചാൽ അത്താക്കാൻ അഹദുഹും യഖൂലു, സൂഫിയാക്കൾ എന്ന് ഒരാൾ പറയും, യാ താലിബദ് ദുനിയ, ദുനിയാവിനെ തേടുന്ന മനുഷ്യ, എന്തിന് തബിറബിഹ വൈറക്ക, നീ ആ ദുനിയാവ് കൊണ്ട് മറ്റുള്ളവർക്ക് ഗുണം ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. അങ്ങനെ ഗുണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നീ, അല്ലെങ്കിൽ തുബിറബിഹ, അബറ ഇബ്രാറുണ്ടല്ലോ, ഈ തുബിറബിഹ വൈറക്ക, മറ്റുള്ളവർക്ക് ഈ ദുനിയാവ് നിനക്ക് നേടിയാൽ നീ ഗുണം ചെയ്യണം. ആ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ദുനിയാവിനെ തേടുന്നത് എങ്കിൽ മനുഷ്യ, നിന്നോട് പറയാനുള്ളത് തെർക്കുക്ക ലഘുമ അബറുവ അബറു എന്നേ പറയാനുള്ളൂ. ദുനിയാവ് ഒരുമിച്ച് കൂട്ടിയിട്ട് ആ ദുനിയാവിനെ അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിച്ച് മറ്റുള്ളവർ സഹായം നൽകുക, അല്ലേ? ഇത് രണ്ടും ഒഴിവാക്കുക, അതായിരിക്കും ഏറ്റവും നല്ല ഗുണം. അപ്പൊ ദുനിയാവിന് യാതൊരു ബന്ധം വേണ്ട. ദുനിയാവ് കയ്യിൽ വരുമ്പോഴേ ഈ പ്രശ്നമുള്ളൂ. അപ്പൊ ദുനിയാവില്ലെങ്കിൽ ആ പ്രശ്നമൊന്നുമില്ലല്ലോ. ആ പ്രശ്നമൊന്നുമില്ലാതെ സുരക്ഷിതമായി നിൽക്കണം, അതായിരുന്നു ഇവരൊക്കെ പരിപാടി. പോലും മഹാൻ പറയുമായിരുന്നു, ജുനൈദ് തങ്ങള്, സൂഫിയാക്കൾ നേതാവാണ് ജുനൈദ് ഇമാം, തജ്ദീദുൽ അബ്ദി മിനദ് ദുനിയ അഫ്ളലു മിൻ ജംഇഹാ വ ഇൻഫാഖിഹ എന്ന് പറയുമായിരുന്നു. തജ്ദീദുൽ അബ്ദ് അല്ല, തജ്ദീദുൽ ബുഅദായിരിക്കും എന്ന് മനസ്സിലാക്കും. ഇവിടെ അബ്ദിനെ കാണുന്നത് അത് ശരിയാണില്ല. തജ്ദീദുൽ ബുഅദ് മിനദ് ദുനിയ, ദുനിയാവിനത്തുള്ള അകൽച്ച പുതുക്കിക്കൊണ്ടേയിരിക്കുക, എന്നും മകന്നുകൊണ്ടിരിക്കണം. അങ്ങനെയുള്ള ഈ തജ്ദീദ് അഫ്ളലു മിൻ ജംഇഹാ വ ഇൻഫാഖിഹ, അത് വാരിക്കൂട്ടുന്നതിനേക്കാളും ചെലവഴിക്കുന്നതിനേക്കാൾ പുണ്യം പാടെ ഒഴിവാക്കലാണ്. വഖദ് കാനു ഇദാ ഖീല ലഹും ഖീല ലിഅഹദിഹിം, അവരിൽപ്പെട്ട ആരെങ്കിലോടും ഒന്ന് പറയപ്പെട്ടാൽ അവർ പറയുമായിരുന്നു, എന്താ പറയാ? ഖുദ് ഹാദിഹി ദറാഹിമ ഫഫദ്ദിഖ്ഹ അലൽ മസാകീന, പാവങ്ങളായ ആളുകൾക്ക് ഈ ദിർഹം പിടിച്ചോ, ഇതൊക്കെ വാങ്ങിയിട്ട് നാണയങ്ങളൊക്കെ പിടിച്ചിട്ട് പാവങ്ങളൊക്കെ ഓരി വെച്ചു കൊടുത്തളാന്ന് പറയും. ഇത് അവരിന്ന് ആർക്കെങ്കിലും ഒരാൾ പറയപ്പെടുകയാണ് എങ്കിൽ യഹ്ബാദാലിക, അത് ഒപ്പര് സ്വീകരിക്കുക, തടയും. ഇടുപോയ പോലും അദ്ദേഹം പറയും, എന്താ പറയാ? ഇന്ന മിൻ ജംഇഹാ ഔല ബിതദ്രീഖിഹ, ദുനിയാവ് കിട്ടി ഒരുമിച്ച് കൂട്ടുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് അത് വിട്ടുപിരിക്കൽ കൊണ്ടാണ് ഏറ്റവും നല്ലത്. അപ്പൊ അത് വിട്ടുപിരിച്ചു കൊടുക്കുക, കിട്ടിയാതെ കൊടുക്കുക. ഇവിടെ കയ്യിൽ വെക്കണ പരിപാടില്ല, ഓലെ കയ്യിൽ നിന്ന് പോകേണ്ടതുണ്ട്. ഓർബമായ വിയ ഹറാമ സുഖ, മാത്രമല്ല അത് കയ്യിലുണ്ടായ സുഖമൊന്നും ഉണ്ടാവില്ല. കാരണം എന്താ?
അതിൽ ഹറാമിന്റെ സ്വത്തും ഉണ്ടാവും, ശുഭന്റെ സ്വത്തും ഉണ്ടാവും. ഹറാമും ഹലാലും തിരിയാത്ത സ്വത്തൊക്കെ ഉണ്ടാവും. അങ്ങനെ വരുമ്പോൾ സാധുക്കൾക്കൊരു സന്തോഷം ഉണ്ടാകും. ഈ സ്വത്തങ്ങനെ ഓരിച്ചു കൊടുക്കുമ്പോ അതിന്റെ മേൽ തുടർച്ചയുണ്ടാവും. അല്ലേ? സ്വത്തങ്ങനെ കൊടുക്കുമ്പോ കുറെ ആൾക്കാരുടെ മേഖലുണ്ടാവും, സാധുക്ക് കിട്ടുമ്പോൾ ഉപകാരമാകും. അതപ്പോ നല്ലതാ. ഈ ഒരു കാഴ്ചപ്പാടായിരുന്നു ഇവർക്കൊക്കെ ഉണ്ടായിരുന്നത്. അതാണ് പറഞ്ഞതും. ഹസനുൽ ബസരി റളിയല്ലാഹു തആല, ഹസനുൽ ബസരി തങ്ങൾ പറയുന്നു, ഇന്ന മൻ തബറഅ ലിഇബാദത്തി റബ്ബിഹി, അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യുവാൻ വേണ്ടി മാത്രം തുനിഞ്ഞിറങ്ങിയ ഒരു വ്യക്തി, അവന്റെ ചിന്ത അത്രയുള്ളൂ, അതിനായിട്ട് ഒഴിഞ്ഞുള്ളൂ. അഫ്ദലു മിമ്മൻ തർക്കിഹ, ആ ഇബാദത്ത് ഉപേക്ഷിക്കുന്നതിനേക്കാളും ഗുണകരം അത് തന്നെയാണ്. അവന്റെ കുടുംബത്തിന്റെയും കുട്ടികൾക്കും മേൽ അധ്വാനിക്കുന്നതിനേക്കാളും അതുപോലെ തന്നെ ഇബാദത്ത് വഹിക്കുന്നതിനേക്കാളും ഒക്കെ നല്ലതെന്താണ്? ഇബാദത്തിന് വേണ്ടി ഒരുങ്ങി തയ്യാറാവുക എന്നുള്ളതാണ്. മിമ്മൻ അങ്ങനെയല്ലേ, തറക്ക ആ ഇബാദത്ത് ഉപേക്ഷിച്ചവനേക്കാളും അവൻ അവന്റെ കുട്ടികളെ മേലും അധ്വാനിക്കുകയാണ്, കുട്ടികൾക്ക് വേണ്ടി അധ്വാനിക്കുകയാണ്, കുടുംബത്തിന് വേണ്ടി. ഉള്ളവരെക്കാളൊക്കെ ഏറ്റവും നല്ലതെന്താ അറിയോ? ശ്രേഷ്ഠമായവൻ ഇദ്ദേഹമാണ്. അവൻ ദുനിയാവ് ഒഴിവാക്കിയവനാണ്, ഇബാദത്തുമായി കഴിഞ്ഞുകൂടിയ ആളാണ്. വഖദ്കാന ഇബ്രാഹിമിന് അദ്ഹം റളിയല്ലാഹു അൻഹു, മഹാനവറുകൾ എപ്പോഴും പറയുന്നു, ഇന്ന ബൈനക്കും വബൈന ഖൗമി ബുഅദൻ അക്ബറത്ത് അലൈഹിമുദ് ദുനിയ ഫഫറു മിൻഹാ എന്ന, നിങ്ങൾക്കിടയിലും സമുദായത്തിന്റെ ഇടയിലുമുള്ളതായ അകൽച്ച എന്താണെന്നറിയോ? അവരുടെ മേലിൽ പ്രപഞ്ചം വരും, ദുനിയാവൊക്കെ മുന്നിട്ടിങ്ങനെ വരും. ഓലാ ദുനിയാവ് വരുന്നതോടുകൂടി ഓടിപ്പോയിക്കൊണ്ടിരിക്കും. ആര്? സൂഫിയാക്കൾ. നിങ്ങൾ തമ്മിൽ അങ്ങനെ മാറ്റമുണ്ട്. അത് പുറത്ത് ആർക്കും ദുനിയാവ് നിങ്ങൾത്തേക്ക് വരുന്നില്ല, നിങ്ങളെ തൊട്ട് പിന്തിരിഞ്ഞു പോവുകയാണ്. അങ്ങനെ വരുമ്പോ തബേത്ത് മുഹ, നിങ്ങളെ കാണുമ്പോ ദുനിയാവ് ഓടുന്നു, അപ്പൊ ദുനിയാവിന്റെ വേക്ക് നിങ്ങൾ ഒരുമിച്ച് തുടർന്നു പോകുന്നു. സൂഫിയാക്കളെ കാണുമ്പോ എന്താവും? ദുനിയാവ് ഇവിടെ വരും സൂഫിയാക്കടുത്ത്. അത് വരുമ്പോ ഓല് ദുനിയാവിനെ തൊട്ട് അകലെയാണ്. ഈ രണ്ട് മാറ്റമാണുമ്പോ നിങ്ങളും സൂഫിയാക്കളും തമ്മിലുള്ളത് എന്നാണ്. മാൻ പറയുന്നു, സഹനത്തിന്റെ കയ്പ് നീരത്തെ സഹിക്കുന്നുണ്ടോ അതിനേക്കാൾ ഏറ്റവും ഗൗരവമാണ് പ്രപഞ്ചത്തിന്റെ കയ്പിന്റെ മുറുക്ക്. അതിങ്ങനെ കഴിച്ചിറക്കിയ വലിയ ബുദ്ധിമുട്ടാണെന്ന്, അത്ര ബുദ്ധിമുട്ടുള്ള ക്ഷമയുടേതെന്ന. അപ്പൊ അതിനേക്കാൾ ഗൗരവമാണ് ഈ പറയുന്ന സംഗതി. അപ്പോ ദുനിയാവിനെ എങ്ങനെ ഒഴിവാക്കാതെ പോലെ പറഞ്ഞർത്ഥം. വകാന മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു തആല യഖൂൽ, മഹാൻ പറയുമായിരുന്നു, എന്ത്? ലാ യബ്ലു അഹദുൻ മനാസില സിദ്ദീഖീന ഹത്താ യതുർക സൗജതഹു കഅന്നഹാ റമിലത്തുൻ വഔലാദു കഅന്നഹും യതമാ. ഇതാണ് മാലിക് ഇബ്നു ദീനാർ തങ്ങൾ പറഞ്ഞത്. എന്ത്? ഒരാളും തന്നെ സിദ്ദീഖുകളുടെ പോസ്റ്റിലേക്ക് എത്താൻ കഴിയൂല. സിദ്ദീഖ് എന്ന് പറഞ്ഞാൽ അത്രത്തോളം മഹത്വമുള്ളതാണ്. അതിൽപ്പെട്ട മഹാനാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആ സ്ഥാനപ്പേര്, ആ സിദ്ദീഖിന്റെ സ്റ്റാൻഡേർഡിലേക്ക് ആരും എത്തൂല. ആ സ്റ്റാൻഡേർഡിലേക്ക് ഇതുവരെ അവന്റെ ജീവിതകാലത്ത് അവന്റെ ഭാര്യ അവൻ ഉപേക്ഷിക്കണം, ഏതുപോലെ വിധവയെ പോലെ ആക്കണം. അവന്റെ മക്കൾ അവനുള്ള കാലത്ത് തന്നെ അവൻ യത്തീമക്കളായി മാറണം. എന്ന് പറഞ്ഞാൽ യത്തീമക്കളെ പോലെ ഒഴിച്ചിട്ട് ഭാര്യയെ വിധവയാക്കിയിട്ട് അതൊന്നും ബന്ധമില്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അങ്ങടുത്ത് ചെന്നവൻ സിദ്ദീഖ് പോസ്റ്റിലെത്തും, അല്ലെങ്കിൽ എത്തൂലാന്നായി. അപ്പൊ ഈ പറഞ്ഞതും എന്തെന്നെയാണ്? ദുനിയാവിന്റെ സുഖത്തിൽപ്പെട്ടതിനാണ് ഈ മക്കളും ഭാര്യയൊക്കെ. അത് ഒഴിവാക്കണം. വഖദ് ബലഗനാ അന്ന ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം, ഞങ്ങൾക്ക് വിവരം കിട്ടിയിട്ടുണ്ട്. എന്ത്? ഒരിക്കൽ മഹാനായ ഈസാ നബി അലൈഹിസ്സലാം മറ ലൈലത്തൻ അലാ ശഖ്സിൻ നായിമിൻ, നല്ലോണം കിടന്നുറങ്ങുന്നൊരു വ്യക്തിയുണ്ട്.
ആ വ്യക്തിന്റെ അരികിൽ കൂടെ രാത്രി ഇങ്ങനെ നടന്നു പോകുകയാണ് ഈസാ നബി. വന്നാസു ഖായിമൂന യുസല്ലൂന, മറ്റുള്ളവരൊക്കെ എണീറ്റ് നിന്നുകൊണ്ട് നിസ്കരിക്കുന്നുണ്ട്, താങ്കൾ ഇങ്ങനെ കിടക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ എന്തായി അറിയാമോ, അദ്ദേഹത്തോട് പറഞ്ഞു, ഫസല്ലി, താങ്കൾ എണീക്കുക, നിസ്കരിക്കുക എന്ന് പറഞ്ഞു. ആലഹു, അപ്പോൾ അദ്ദേഹത്തോട് പറയുന്നു, ഇന്നി ഖദ് അബത്തുല്ലാഹ തആല ബി അഫ്ളൽ ഇബാദത്ത്, ഇബാദത്തിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ഇബാദത്ത് എന്താണോ അതുകൊണ്ട് ഇന്ന് ഞാൻ എന്താക്കുന്നു, അല്ലാഹു തആലക്ക് ആരാധിച്ചിരിക്കുന്നു എന്ന്. ആലഹു ഈസ, പൊളികാരം പറഞ്ഞപ്പോൾ ഈസ നബി അലൈഹിസ്സലാം ഈ മരിച്ച വ്യക്തിയോട് ചോദിച്ചു, വമായ, എന്താണത് ഇബാദത്ത് എന്ന് ചോദിച്ചു. അപ്പോൾ മാലിക് ദിനാർ റളിയല്ലാഹു അൻഹു, അല്ല ആ കഥ ഒരിക്കലെ വാൻ പറയുന്നു, എന്താ പറഞ്ഞതറിയാമോ, അത് അബത്തുല്ലാഹി അഫ്ളൽ ഇബാദത്ത്, ഇബാദത്തിൽ വെച്ച് ഏറ്റവും പുണ്യമായ ഇബാദത്ത് ഏതാണോ ആ ഇബാദത്ത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, എന്ത് ചെയ്തിട്ടുണ്ട്, അതെന്താണ് ഏറ്റവും വലിയതായിരിക്കും ഒരു ഇബാദത്ത് നമ്മൾ ചെയ്തു വെച്ചു. അത് ദുനിയാവ് ഞാൻ പ്രപഞ്ച ത്യാഗിയായി മാറുക, സ്നേഹിക്കാതെ ഒറ്റപ്പെട്ട് ജീവിക്കുക, ഇതാണ് ഇത് പറഞ്ഞപ്പോൾ ഈസാ അലൈഹിസ്സലാം, മുത്തന് ഈസാ നബി അലൈഹിസ്സലാം അദ്ദേഹത്തോട് പറഞ്ഞു, നാം ഉറങ്ങിക്കോ, നിശ്ചയമായിട്ടും നീ ആബിദീങ്ങളെ ഇല്ലാതെയാക്കിയില്ലേ, അവൾ നീ ഉറങ്ങിക്കോ എന്ന് പറഞ്ഞു. ഈ സ്വഭാവത്തിൽ പണ്ഡിതന്മാർക്കുള്ള തെളിവിൽപ്പെട്ടതാണ് എന്തെന്ന് വറദ ഹദീസ് വന്നു. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാനായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖറജ, പുറത്തേക്ക് പുറപ്പെട്ടു, യൗമൻ, ഒരു ദിനം, അലാഹിരി സുഫത്തിന്റെ അഹ്ലുകാരുടെ അരികിൽ കൂടെ പുറപ്പെട്ടത്. അങ്ങനെ വഖാല, മഹാനായ നബി തങ്ങൾ പറയുന്നു, അയ്യുക്കും യുഹിബ്ബു അൻ യഉദു കുല്ല യൗമിൻ ഇലാ ബത്ആൻ, അയ്യുക്കും, നിങ്ങൾ ആരാണ്, യുഹിബ്ബു ഇഷ്ടപ്പെടുന്നത് എന്ത്, അൻ യഉദു കുല്ല യൗമിൻ, എല്ലാ ദിവസവും പോവലേ, ഇലാ ബത്ആൻ, ബത്ആൻ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എല്ലാ ദിവസവും പോകാൻ ഇഷ്ടപ്പെടുന്നത് ആരാണ്. എന്നിട്ട് പോയി എത്തിയ ബിനാഖത്തൈനി, പൂമാവത്തൈനി, വലിയ പൂഞ്ഞയുള്ള മുന്തിയ 2 ഒട്ടകത്തെ കൊണ്ടുവരണം. അങ്ങനെ കൊണ്ടുവരുവാനും താല്പര്യമുള്ളവരും ഇഷ്ടമുള്ളവരും ആരാണെന്ന് ചോദിച്ചു. പാവപ്പെട്ട സുഖത്തിനായി പാവപ്പെട്ടവരാണ്, ഓലരികിൽ നിന്നിട്ടാണ് പുറപ്പെട്ട് ചോദിക്കുന്നത്. കാലു, അപ്പൊ അവരെല്ലാവരും പറഞ്ഞു, കുല്ലുനാ നുഹിബ്ബു ദാലിക യാ റസൂലല്ലാഹ്, ഞങ്ങൾക്ക് ഇഷ്ടം ഈ പറഞ്ഞ ബത്ഹാലിൽ ചെന്നിട്ട് 2 ഒട്ടകത്തെ, വലിയ പൂഞ്ഞയുള്ള മുന്തിയ ഒട്ടകത്തെ കൊണ്ടുവരാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി തങ്ങൾ പറയുന്നു, ലാ യത്റുക അഹദുക്കും ദാലിക്കും, നിങ്ങൾ ആരെങ്കിലും ഒരാൾ ഈ പ്രപഞ്ചത്തെ ഉപേക്ഷിക്കുക എന്നുള്ളത്, ദാലിക്കും, അത് ഉപേക്ഷിക്കുക എന്നുള്ളതാണത്. അത് പറയുന്നു, സുമ്മ യദ്ഹബു ഇലൽ മസ്ജിദ്, എന്താ പള്ളിയിൽ പോയി നിസ്കരിക്കുക, ആയത്തേനും കിതാബില്ല, അള്ളാന്റെ കിതാബ് 2 ആയത്തും പഠിക്കുക. ഇങ്ങനെ വന്നാൽ ഖൈറുലു, ഈ ചെയ്യുന്ന പണി ഗുണകരമാണവന്, മിന്നിസിനത്തേനി 2 കൂടുതൽ, വസലാസിൻ 3 ആയത്ത് പഠിക്കല്, ഖൈറുൻ മിൻ സലാസിൻ 3 ഒട്ടകത്തെ കൊണ്ടുവരുന്നതിനേക്കാൾ ഗുണകരമാണ്, വാറുബൻ ഖൈറുൻ മിൻ 4 ഒട്ടകത്തിനേക്കാൾ ഗുണകരമാണ് 4 ആയത്ത് പഠിക്കരുത്. മിന്നായതാദിഹിന്നവനിൽ ഒട്ടകത്തിൽ നിന്ന് ആയത്തിന്റെ എണ്ണം എത്രയാണോ അത്ര കണ്ട് ചെയ്യുന്നതിനേക്കാൾ പുണ്യം ആയത്ത് പഠിക്കലാണ് എന്നാണ്. വലിക്കുല്ലി മഖാമിൻ റിജാൽ, എല്ലാ സ്ഥാനത്തിനും ആണുങ്ങളുണ്ട്. ഷാരിന്റെ കാര്യത്തിൽപ്പെട്ടതാണ് എന്ത്, അല്ലെങ്കിൽ എല്ലാവരെയും ആഗ്രഹിപ്പിക്കല്, ഈമാ കാമഹുല്ലാഹു തആല ബി, ഒരു കാര്യത്തിൽ അള്ളാഹു നിർത്തിയതെങ്കിൽ അതി നിർത്തുക. എന്തിനു, അല്ലാത്ത തഅത്തൽ മറാത്തിബ്, ക്രമീകരണങ്ങൾ നഷ്ടപ്പെട്ടു പോവാതിരിക്കാൻ വേണ്ടി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന. വമിൻ അഖ്ലാഖിൻ റളിയല്ലാഹു തആല അൻഹും, ഭാരതന്മാരുടെ സ്വഭാവ ഗുണങ്ങളിൽപ്പെട്ടതാകുന്നു എന്ത്,
ഷഖ്സൻ ഒരു വ്യക്തി അവർ ഒഴിഞ്ഞു കണ്ടു, മുൻകത്താനിന്നാസി ജനങ്ങളെ തൊട്ട് യാതൊരു ബന്ധമില്ല, ഓരൊക്കെ തൊട്ട് മുറിഞ്ഞ് ഒഴിഞ്ഞ് ഏകനായിട്ട് വിളിച്ചബലി പർവ്വത്തിൽ കണ്ട മസലൻ, പർവ്വതത്തിൽ കണ്ടു എന്നൊരു ഉദാഹരണം ആരെവിടെയും കാണാം. പിന്നെ സുമ്മറഅഹു അതിന്റെ ശേഷം അവർ അദ്ദേഹത്തെ കണ്ടത് സ്വാറ യൻസുലിന്നാസി ജനങ്ങളിലേക്ക് ഇറങ്ങി വരുന്നവനായിട്ടാ കണ്ടത്. വയഅ്ദുറു അലൈമഹും അവർക്കുള്ള സദ്യകൾ എന്തൊക്കെയാണ് അതിനൊക്കെ സന്നിഹിതനാകും. യസൂറംവാത്തഹും അവരിന് മരിച്ചവരാളെ ഓരൊക്കെ ഒരു സന്ദർശനം നടത്തും. ആസിദായിരിക്കുന്ന ഒരു കാരണത്തിന്റെ മേലിൽ അത് ചുമക്കാൻ പറ്റുകയില്ല. അതുപോലെ കായഖൂലു അൻഹു അതിനെ തൊട്ട് അവര് പറയും പോലെ ഇന്നഹു ലാ യഖ്ദിറു അൽ വഅദ അല്ലത്തി സക്കറന സബിഹാ ഇതാണ് കഴിയൂല. അൽ വഅദത്ത് ഒരു വായുധത്തിന്റെ മേൽ അല്ലത്തി എന്ന വായുധത്ത് സക്കറന സബിഹാ ആ ഒരു വായുധത്ത് കൊണ്ട് ഈ രസം എന്താക്കപ്പെട്ട് പ്രചാരത്തിലാക്കപ്പെട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ യഖൂലു അവൻ പറയും ഇന്നഹു യഖ്ഫൽ ദാലിക മഅന്നാസ് ജനങ്ങളോട് കൂടെ ഇതൊക്കെ അവൻ ചെയ്യും. ലിഅജ്ലി അൻ യസീറു യഹ്ദുറു അവർ ക്ഷമിക്കാൻ വേണ്ടിയിട്ടും ഹാജരാവാൻ വേണ്ടിയിട്ടും. അങ്ങനെ ലിഅജ്ലി അൻ യസീറു യഹ്ദുറു മൗലിദഹു അദ്ദേഹത്തിന്റെ മൗലിദിന് പങ്കെടുക്കുക അവർ അങ്ങനെ ആകുന്നവരെ അവനഹുദാലിക്കാരിൽ അതുപോലത്തെ പല വിഷയവും ഉള്ളതുപോലെ വല്ലെങ്കിലും അമ്ലുകോ അവന് ചുമത്ത് നിർബന്ധമാണ്. അലാനോ യഖ്ദാലിക ഖാലിസൻ ലിവജ്ഹില്ലാഹി തആല അല്ലാഹു തആലാക്കാണ് വജ്ഹ് ആ വജ്ഹിനെ തനിപ്പിച്ചുകൊണ്ട് നിങ്ങൾ എന്താ കൊടുക്കേണ്ടത് കൊടുക്കാന്നാണ്. അപ്പൊ എന്താണ് പറഞ്ഞത്? ഫാസിദായിരിക്കുന്ന സംഗതിയാണെന്നാണ്. ഫാസിദായ ഇല്ലത്തിന് മേലെ ചുമത്താതിരിക്കുക. അപ്പൊ ഒരാൾ ഒഴിഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്, പിന്നെ ഞങ്ങൾ കൂട്ടത്തിൽ കണ്ടപ്പോ അങ്ങനെ ഇങ്ങനെ കുറ്റപ്പെടുത്തലൊന്നുമില്ല. അങ്ങനെ അദ്ദേഹത്തിന് മോശമായൊരു കാരണത്തിന് ചുമത്താതിരിക്കലാണ് നല്ലത്. അതുപോലെയൊക്കെ യഖൂൽ അവർ പറയാൻ അദ്ദേഹത്തെ തൊട്ട് ഇന്നഹു ലാ യഖ്ദിറു അലാ വഅദത്തില്ലത്തി സക്കറ റസ്സബിഹ ശരീരത്തെ ഏതുകൊണ്ടാണോ പ്രചാരപ്പെടുത്തിയാൽ ആ ഒരു എണ്ണത്തിന്റെ മേൽ എണ്ണാൻ കഴിയൂല ഇതാ പറഞ്ഞത്. അല്ലെങ്കിൽ യഖൂലു അവര് പറയുന്നു ഇന്ന നിശ്ചയമാണ് യഖ്ദാലിക അദ്ദേഹം ചെയ്യും മഅന്നാസി മറ്റു ജനങ്ങളോട് കൂടെ ലിഅജ്ലി അൻ യസീറു അവരാവാൻ വേണ്ടി യഹ്ദുറു മൗലിദഹു അദ്ദേഹത്തിന്റെ മൗലിദ് സന്നിഹിതരാവാൻ വേണ്ടിയിട്ടും അവനഹുദാലിക അല്ലെങ്കിൽ അതുപോലത്തെ നമ്മൾ യജിബ് അംലുഹു ഇതിനെ ചുമത്ത നിർബന്ധമാണ്. അലാനോ യഖ്ദാലിക അതവൻ ചെയ്യും ഖാലിസൻ ലിവജ്ഹില്ല ആത്മാർത്ഥമാണ് ചെയ്യും. ഈ ബാബി സുനന്റെ അധ്യായത്തില് ഖുലുഖിന്റെ മുസ്ലിമീന മുസ്ലിങ്ങളായ തന്റെ സഹോദരന്മാരോട് കൂടെയാണ്. അതുകൊണ്ട് വയ്യാക്ക നീ സൂക്ഷിച്ചോ യാക്കി എന്റെ സഹോദര അന്തോദില്ലായി ജനങ്ങളെ തൊട്ടെല്ലാം മുറിഞ്ഞൊഴിഞ്ഞ് അള്ളാന്റെ അടിയെന്ന് ഏതെങ്കിലും ഒരാളിൽ താങ്കളാവുക എന്നതിനെ കൊതിക്കുക. ഈ തിർബത്തിനും മണ്ണിലോ ഔജബൻ അല്ലെങ്കിൽ പർവ്വത്തിലോ സൂ ആയിട്ട് ഇതാറായത്തായത് അവര് ഒരാളെ നീ കണ്ടു കാലത്തന്നാസ് അവനെന്താ ജനങ്ങളുമായി കൂടിച്ചേർന്നുണ്ടാവുക. അവൻ ജനങ്ങളുമായിട്ട് കൂടിക്കലരുക ഇത് കണ്ടാൽ. അങ്ങനെ തൊക്കൂലോ നീ പറയുകയും ചെയ്തെന്ത് ഇന്നഹാദാ നിശ്ചയമാണ് ഇവൻ ഹരിങ്കത്തായി നാസി ജനനത്തൊട്ട് മുറിഞ്ഞവനാണെന്ന് പറയും. അമാലഹു അപ്പോ അവനില്ല ഒരു മുഖാലത്തെയും അവനുമായി മുഖാത്തത്തുന്ന ആളുകൾക്കും ഇല്ല. അപ്പൊ അവനുമില്ല അവന്റെ കൂടെ കൂടിച്ചേരുന്ന ആളുകൾക്കും എന്താണ് അങ്ങനെയല്ലേ. അപ്പൊ നീ പറയും എന്താണ് ഇവൻ ജനനത്തൊട്ടൊക്കെ മുറിഞ്ഞു പോയിരിക്കുക, ഇപ്പൊ എന്ത് പറ്റി ജനങ്ങളുമായി കൂടിക്കരുതെന്ന് പറയും. വല്ല എന്നല്ല വാജിബ് തവന്നബി ഖൈറ ഏറ്റവും നല്ലത് അദ്ദേഹത്തിനെ കൊണ്ട് ഗുണമായ കാര്യം ചിന്തിക്കുക വേണ്ടത്. ആനന്ദാലിക്കാതെ ഇനി മനസ്സിലാക്കോ അറിഞ്ഞാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിനാണ് സർവ്വസ്തോത്രം എന്നാണ്.